ഹായ് ഓൾ, ലോജിക്കൽ റീസണിങ്ങിൻ്റെ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്ലഡ് റിലേഷൻ എന്നുള്ള ടോപ്പിക്കിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1 മിനിറ്റ് ടൈം. ഓക്കെ, നോക്കാം. പോയിന്റിംഗ് ടു മഞ്ജു, രാജു സൈഡ് ദി സൺ ഓഫ് ഹെർ ഓൺലി ബ്രദർ ഈസ് ദി ബ്രദർ ഓഫ് മൈ വൈഫ്. ഹൗ ഈസ് മഞ്ജു റിലേറ്റഡ് ടു രാജു? അപ്പോൾ നോക്കുക, പോയിന്റിംഗ് ടു മഞ്ജു, മഞ്ജുവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ആരാ പറയുന്നത്? രാജു ആണ് പറയുന്നത്. നോക്കുക, ദി സൺ ഓഫ് ഹെർ ഓൺലി ബ്രദർ. ഹെർ എന്ന് പറയുമ്പോൾ, ദി സൺ ഓഫ് ഹെർ എന്ന് പറയുമ്പോൾ ആരുടെയാണ്? മഞ്ജുവിൻ്റെയാണ്. അപ്പോൾ മഞ്ജു തീർച്ചയായിട്ടും എന്തായിരിക്കണം? പെണ്ണായിരിക്കണം. ദി സൺ ഓഫ് ഹെർ ഓൺലി ബ്രദർ. നോക്കുക, ദി സൺ ഓഫ് ഹെർ ഓൺലി ബ്രദർ. ഞാൻ ജസ്റ്റ് മഞ്ജുവിനെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മഞ്ജു സ്ത്രീയാണ്, കാരണം ദി സൺ ഓഫ് ഹെർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഞ്ജു സ്ത്രീയാണെന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ദി സൺ ഓഫ് ഹെർ ഓൺലി ബ്രദർ. അപ്പോൾ അവരുടെ ബ്രദർ, മഞ്ജുവിൻ്റെ ബ്രദർ, മഞ്ജൂസ് ബ്രദർ, അവരുടെ സണ്ണ്. ഓക്കെ, ദി സൺ ഓഫ് ഹെർ ഓൺലി ബ്രദർ ഈസ് ദ ബ്രദർ ഓഫ് മൈ വൈഫ്. അപ്പോൾ മൈ വൈഫ് എന്ന് പറയുമ്പോൾ ആരത് പറയുന്നത്? രാജു ആണ്. അപ്പോൾ രാജുവിൻ്റെ വൈഫ് എന്ന് പറയുമ്പോൾ രാജു തീർച്ചയായിട്ടും ഹസ്ബൻഡ് ആയിരിക്കും, അതായത് രാജു മെയിലായിരിക്കും. അപ്പോൾ രാജുവിൻ്റെ വൈഫ്, രാജൂസ് വൈഫ്, അവരുടെ ബ്രദറാണ് ഈ മഞ്ജുവിൻ്റെ ബ്രദറിൻ്റെ സണ്ണ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഹൗ ഈസ് മഞ്ജു റിലേറ്റഡ് ടു രാജു എന്നുള്ളതാണ്. ഓക്കെ, അവർ തമ്മിലുള്ള റിലേഷനാണ് ചോദിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, രാജുവിൻ്റെ ഭാര്യയാണ് നമ്മളിവിടെ രണ്ടാമതായിട്ട് വരച്ചിട്ടുള്ള ആ സർക്കിളിൻ്റെ ഉള്ളിൽ രാജുവിൻ്റെ വൈഫ് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവരുടെ ബ്രദറാണ് ഈ ഒരു പൊസിഷനിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സണ്ണ്, അല്ലെങ്കിൽ നമ്മൾ സണ്ണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് രാജുവിൻ്റെ ആരാ? നമ്മുടെ ഭാര്യയുടെ ബ്രദർ എന്ന് പറയുമ്പോൾ നമ്മുടെ ആരാ? ബ്രദർ ഇൻ ലോ, അല്ലെങ്കിൽ അളിയൻ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഈ മഞ്ജൂസ് ബ്രോ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും രാജുവിൻ്റെ വൈഫിൻ്റെ ആരാണ്? അച്ഛനാണ്. അപ്പോൾ ഈ ഒരു സ്പെസിഫിക് വ്യക്തി എന്ന് പറയുന്നത് രാജൂസ് ഫാദർ ഇൻ ലോ ആണ്. ഓക്കെ, ആ ഫാദർ ഇൻ ലോൻ്റെ സിസ്റ്ററാണ് ആര് വരുന്നത്? മഞ്ജു വരുന്നത്. അപ്പോൾ രാജുവിൻ്റെ ഫാദർ ഇൻ ലോൻ്റെ സിസ്റ്ററാണ് ആര് വരുന്നത്? മഞ്ജു വരുന്നത്. വളരെ ഈസി ആയിട്ടുള്ള റിലേഷനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, സിസ്റ്റർ ഓഫ് ഫാദർ ഇൻ ലോ. ഓക്കെ, രാജുവിൻ്റെ ഫാദർ ഇൻ ലോൻ്റെ സിസ്റ്ററാണ് ആര്? മഞ്ജു. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. 1 മിനിറ്റ് ആയി. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എം ഈസ് ദ ഫാദർ ഓഫ് ഡി. നോക്കുക, എം ഈസ് ദ ഫാദർ ഓഫ് ഡി. അപ്പോൾ ഡി മെയിലാണോ ഫീമെയിൽ ആണോ എന്നുള്ളത് നമുക്കറിയില്ല, അതുകൊണ്ട് തന്നെ ഞാൻ റെപ്രസെൻറ്റ് ചെയ്തിട്ടില്ല. അടുത്ത് നോക്കുക, എം ഹാസ് ഓൺലി 2 ചിൽഡ്രൻ. എമ്മിന് 2 മക്കൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡി കൂടാതെ തീർച്ചയായിട്ടും ഒരാളും കൂടി ഉണ്ടായിരിക്കും. ആരാന്ന് നമുക്കറിയില്ല. ഡി ഈസ് ദ ബ്രദർ ഓഫ്
സി. അപ്പോൾ അടുത്തൊരു കുട്ടി, അത് മെയിലാണോ ഫീമെയിലാണോ എന്ന് നമുക്കറിയില്ല. അതാരാണ്? സി ആണ്. കാരണം എന്താ പറയുന്നത്? ഡി ഈസ് ദ ബ്രദർ ഓഫ് സി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഡി ഈസ് ദ ബ്രദർ ഓഫ് സി. അടുത്ത് നോക്കുക, സി ഈസ് ദ ഡോട്ടർ ഓഫ് കെ. അപ്പോൾ സി എന്ന് പറയുന്നത് ഫീമെയിലാണ്. സി ഈസ് ദ ഡോട്ടർ ഓഫ് കെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എമ്മിൻ്റെ മക്കളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എം മെയിലുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എമ്മിൻ്റെ വൈഫ്, അല്ലാന്നുണ്ടെങ്കിൽ ഡീൻ്റെയും അതുപോലെ തന്നെ സീൻ്റെയും മദർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആരായിരിക്കും? കെ ആയിരിക്കും. ഓക്കെ, അടുത്തൊരു കാര്യം നോക്കാം. ടി ഈസ് ദ ഗ്രാൻഡ് ഡോട്ടർ ഓഫ് കെ. ടി എന്ന് പറയുന്നത് കെൻ്റെ ഗ്രാൻഡ് ഡോട്ടറാണ്. അവിടെ രണ്ട് പോസിബിലിറ്റീസ് വരുന്നുണ്ട്. അവിടെ രണ്ട് പോസിബിലിറ്റീസാണ് വരുന്നത്. ഒന്നിക്കെ ടി എന്ന് പറയുന്നത് ഡീൻ്റെ മകളായിരിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ സീൻ്റെ മകളായിരിക്കാം. കാരണം കെൻ്റെ ഗ്രാൻഡ് ഡോട്ടർ ആണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കെൻ്റെ രണ്ട് മക്കളാണ് ആരൊക്കെ? ഡിയും അതുപോലെ തന്നെ സിയും. അപ്പോൾ രണ്ട് പോസിബിലിറ്റീസ് അവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ടേം കൂടി വായിക്കാം. യു ഈസ് ദ ഫാദർ ഓഫ് ടി. യു ഈസ് ദ ഫാദർ ഓഫ് ടി. എക്സാമ്പിളായിട്ട് ഡി ആണ്, അല്ലെങ്കിൽ ഡീൻ്റെ മകളാണ് ടി എന്ന് വിചാരിക്കാം. ഓക്കെ, ഡി എന്താണ്? മെയിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഫാദർ ആയിരിക്കും ഡി എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താ? യു ഈസ് ദ ഫാദർ ഓഫ് ടി എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ടി എന്ന് പറയുന്നത് സീൻ്റെ മകനോ മകളോ ആയിരിക്കും. സോറി, മകളാണ്. ഗ്രാൻഡ് ഡോട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ മകളാണ്. അതുപോലെ തന്നെ സീൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് ആരായിരിക്കും? യു ആയിരിക്കും. കാരണം എന്താ? ടീൻ്റെ ഫാദർ എന്ന് പറയുന്നത് യു ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റിലേഷൻ കറക്റ്റാണ്, നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടി. ഓക്കെ, ഇവിടെ സി ആണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരാണ്. ഹൗ ഈസ് യു റിലേറ്റഡ് ടു ഡി? ഹൗ ഈസ് യു റിലേറ്റഡ് ടു ഡി? ഓക്കെ, യുവിൻ്റെ ആരാണ് ഡി എന്നുള്ളത് ജസ്റ്റ് നോക്കുക. യുവിൻ്റെ വൈഫാണ് സി. ആ വൈഫിൻ്റെ ബ്രദറാണ് ഡി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വൈഫിൻ്റെ ബ്രദർ എന്ന് പറയുമ്പോൾ നമ്മുടെ അളിയൻ, അതായത് ബ്രദർ ഇൻ ലോ ആണ്. ഓപ്ഷൻ ഡി, ബ്രദർ ഇൻ ലോ എന്നുള്ളതാണ് ആൻസർ. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. 1 minute ടൈം. ഓക്കെ, നോക്കുക. പ്രോബ്ലം നമ്പർ 3. ഇഫ് എ പ്ലസ് ബി മീൻസ് എ ഈസ് ദ ബ്രദർ ഓഫ് ബി, എ മൈനസ് ബി മീൻസ് എ ഈസ് ദ സിസ്റ്റർ ഓഫ് ബി, ആൻഡ് എ ഇൻറ്റു ബി മീൻസ് എ ഈസ് ദ ഫാദർ ഓഫ് ബി, വിച്ച് ഓഫ് ദി ഫോളോയിങ് മീൻസ് ദാറ്റ് സി ഈസ് ദ സൺ ഓഫ് എം. അപ്പോൾ എമ്മിൻ്റെ മകനാണ് സി എന്നുള്ള രീതിയിൽ വരുന്ന കോഡഡ് റിലേഷൻ. അപ്പോൾ കോഡഡ് റിലേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കോഡഡ് റിലേഷൻ ഏത് ഓപ്ഷനിലാണ് കൊടുത്തിട്ടുള്ളത് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ഓപ്ഷൻസും എടുത്തിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ നോക്കുകയാണ്. എം മൈനസ് എൻ. എം മൈനസ് എൻ എന്ന് പറയുമ്പോൾ എ ഈസ് ദ സിസ്റ്റർ ഓഫ് ബി എന്നുള്ളതാണ്. അപ്പോൾ എം ഈസ് ദ സിസ്റ്റർ ഓഫ് എൻ. എം ഈസ് ദ സിസ്റ്റർ ഓഫ് എൻ. അടുത്ത് നോക്കുക, എൻ ഇൻറ്റു സി. എൻ ഇൻറ്റു സി എന്ന് പറയുമ്പോൾ എൻ ഈസ് ദ ഫാദർ ഓഫ് സി. എൻ ഈസ് ദ ഫാദർ ഓഫ് സി. അടുത്ത് നോക്കുക, സി പ്ലസ് എഫ്. സി പ്ലസ് എഫ് എന്ന് പറയുമ്പോൾ നോക്കുക പ്ലസ് വരുന്ന റിലേഷൻ എവിടെ? നോക്കുക പ്ലസ് വരുന്ന റിലേഷൻ സി പ്ലസ് എഫ്. സി ഈസ് ദ ബ്രദർ ഓഫ് എഫ്. സി ഈസ് ദ ബ്രദർ ഓഫ് എഫ്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് എമ്മിൻ്റെ ബ്രദറിൻ്റെ മകനാണ് സി ആയി വരുന്നത്. അതുകൊണ്ട് തന്നെ എമ്മിൻ്റെ മകനാണ് സി എന്നുള്ള ആ റിലേഷൻ അവിടെ എന്ത് ചെയ്യുന്നില്ല? വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഓപ്ഷൻ ബി എടുക്കുകയാണ്. എം ഇൻറ്റു എൻ. എം ഇൻറ്റു എൻ എന്ന് പറയുമ്പോൾ എം ഈസ് ദ ഫാദർ ഓഫ് എൻ. എം ഈസ് ദ ഫാദർ ഓഫ് എൻ. അടുത്തത് നോക്കാം, എൻ മൈനസ് സി. എൻ മൈനസ് സി എന്ന് പറയുമ്പോൾ എൻ ഈസ് ദ സിസ്റ്റർ ഓഫ് സി. എൻ ഈസ് ദ സിസ്റ്റർ ഓഫ് സി. അടുത്തത് നോക്കുക, സി പ്ലസ് എഫ്. സി പ്ലസ് എഫ് എന്നുള്ളതാണ്. സി ഈസ് ദ ബ്രദർ ഓഫ് എഫ്. സി ഈസ് ദ ബ്രദർ ഓഫ് എഫ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കാം,
സി എന്ന് പറയുന്നത് സൺ, അതായത് മെയിലാണ്. അതുകൊണ്ട് തന്നെ സണ്ണ് എന്നുള്ളൊരു പോസിബിലിറ്റി അവിടെ ഉണ്ട്. അതുപോലെ തന്നെ നോക്കുക, എമ്മിൻ്റെ മകളാണ് ആര്, അല്ലെങ്കിൽ എന്നിൻ്റെ ഫാദറാണ് ആര്, എം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്നിൻ്റെ ബ്രദറാണ് സി. അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ എല്ലാം ഫാദർ എന്ന് പറയുന്നത് ആരായിരിക്കും, എം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബിയിൽ കറക്റ്റായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതായത് എമ്മിൻ്റെ സണ്ണാണ് അവിടെ സി വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി എന്നുള്ളതാണ്. ബാക്കി ഓപ്ഷൻസ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഓപ്ഷൻസ് മാത്രം വരാനുള്ള പോസിബിലിറ്റി അവിടെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ ബാക്കി എന്ത് ചെയ്യേണ്ട, ബാക്കി ഓപ്ഷൻസ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നാലാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. 1 minute ടൈം. ഓക്കെ, നോക്കുക. റീഡ് ദി ഫോളോയിങ് ഇൻഫോർമേഷൻ ആൻഡ് ദെൻ ആൻസർ ദി ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ. ഫസ്റ്റത്തത് ക്യൂ ഈസ് ദ ബ്രദർ ഓഫ് ആർ. അതുപോലെ തന്നെ പി ഈസ് ദ സിസ്റ്റർ ഓഫ് ക്യൂ. അതുപോലെ തന്നെ ടി ഈസ് ദ ബ്രദർ ഓഫ് എസ്. അതുപോലെ തന്നെ എസ് ഈസ് ഡോട്ടർ ഓഫ് ആർ. ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത് ഹു ഈസ് നീസ് ഓഫ് ക്യൂ എന്നുള്ളതാണ്. അപ്പോൾ ഓരോ റിലേഷൻ നമ്മൾ വരക്കാണ്. ക്യൂ ഈസ് ബ്രദർ ഓഫ് ആർ. ക്യൂ ഈസ് ബ്രദർ ഓഫ് ആർ. അടുത്തത് പി ഈസ് സിസ്റ്റർ ഓഫ് ക്യൂ. പി ഈസ് സിസ്റ്റർ ഓഫ് ക്യൂ. അപ്പോൾ ഇവരുടെ തന്നെ സിസ്റ്ററായിട്ട് ആരാ വരിക, പി വരും. കാരണം ക്യൂവിൻ്റെ ബ്രദറാണ് ആർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിയും അതുപോലെ തന്നെ ആ ഒരു റിലേഷനിൽ തന്നെ നേർക്ക് വരും. അടുത്ത് നോക്കുക, ടി ഈസ് ദ ബ്രദർ ഓഫ് എസ്. അപ്പോൾ ഇതിൽ ടിയും അതുപോലെ തന്നെ നമ്മളിപ്പോൾ വരച്ച് വെച്ചത് വെച്ചിട്ട് അവിടെ ടിയും ഇല്ല, അതുപോലെ തന്നെ എസ്സും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ വരക്കാൻ വേണ്ടി പറ്റും. ടി ഈസ് ദ ബ്രദർ ഓഫ് എസ്. അടുത്ത നോക്കുക, എസ് ഈസ് ദ ഡോട്ടർ ഓഫ് ആർ. അപ്പോൾ നമുക്ക് അടുത്ത നോക്കുക, എസ് ഈസ് ദ ഡോട്ടർ ഓഫ് ആർ. എസ് ഈസ് ദ ഡോട്ടർ ഓഫ് ആർ. ആ റിലേഷനും നമ്മൾ കറക്റ്റായിട്ട് വരച്ചു. ഇപ്പോൾ നമുക്ക് ഓൾ കംപ്ലീറ്റ് റിലേഷൻ എന്ത് ചെയ്തു, നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ഇവിടെ ചോദിക്കുന്നത് ഹൂ ഈസ് ദ നീസ് ഓഫ് ക്യൂ എന്നുള്ളതാണ്. ക്യൂവിൻ്റെ നീസ് ആരാണ് എന്നുള്ളതാണ്. നീസ് എന്ന് പറയുമ്പോൾ ആരാ, ബ്രദറിൻ്റെയോ അല്ലെങ്കിൽ സിസ്റ്ററിൻ്റെയോ മകൾക്ക് അല്ലെങ്കിൽ ഡോട്ടറിന് പറയുന്ന പേരാണെന്ത്, നീസ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഏക പോസിബിലിറ്റി എന്ന് പറയുന്നത്, ഇവിടെ നോക്കാം, ക്യൂവിൻ്റെ ബ്രദർ, ആറ് ബ്രദറാണോ സിസ്റ്ററാണോ എന്ന് നമുക്കറിയില്ല. അതുപോലെ തന്നെ പി എന്ന് പറയുന്നത് സിസ്റ്ററാണ്, പക്ഷേ പിൻ്റെ മക്കളെ കുറിച്ചുള്ള യാതൊരു വിവരം അവിടെ നൽകിയിട്ടില്ല. പിന്നെ ആറിന് 2 മക്കളുണ്ട്, അതൊക്കെയാണ് എസ്സും അതുപോലെ തന്നെ ടിയും. അതിൽ ഫീമെയിലായിട്ട് വരുന്നത് അല്ലെങ്കിൽ ആറിന് ഡോട്ടറായിട്ട് വരുന്നത് ആരാണ്, എസ് ആണ്. അതുകൊണ്ട് തന്നെ നീസ് എന്നുള്ള ഏക പോസിബിലിറ്റി ആരാണ്, ഓപ്ഷൻ ഡി, എസ് എന്നുള്ളതാണ്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ അഞ്ചാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. 1 minute ആയി. ഓക്കെ, നോക്കാം. ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ ഫാമിലി ഈച്ച് ഡോട്ടർ ഹാസ് ദി സെയിം നമ്പർ ഓഫ് ബ്രദേഴ്സ് ആസ് ഷീ ഹാസ് സിസ്റ്റേഴ്സ് ആൻഡ് ഈച്ച് സൺ ഹാസ് ട്വൈസ് ആസ് മെനി സിസ്റ്റേഴ്സ് ആസ് ഷീ ഹാസ് ബ്രദേഴ്സ്. ഹൗ മെനി സൺസ് ആർ ദർ ഇൻ ദി ഫാമിലി? ഓക്കെ, ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യന് ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു ഫാമിലിയിൽ കുറച്ച് ഡോട്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ
കുറച്ച് സൺസും ഉണ്ട്, കുറച്ച് ആൺമക്കളും അതുപോലെ തന്നെ കുറച്ച് പെൺമക്കളും ഉണ്ട്. അപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു പെൺമക്കൾ കൺസിഡർ ചെയ്യുക, ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരു ഡോട്ടർ കൺസിഡർ ചെയ്യാണ്. അവൾ പറയാണ് ഓക്കെ അതായത് എനിക്കുള്ള ബ്രദേഴ്സിൻ്റെയും അതുപോലെ തന്നെ എനിക്കുള്ള സിസ്റ്റേഴ്സിൻ്റെയും എണ്ണം സെയിം ആണെന്ന് പറയുകയാണ്. ഓക്കെ, എക്സാമ്പിളായിട്ട് നിങ്ങൾ ആ ഒരു ഫാമിലിയിലുള്ള ഡോട്ടേഴ്സിൻ്റെ എണ്ണം 6 ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, ഞാൻ സണ്ണും 6 ആക്കി എടുത്തു. അപ്പോൾ അതിലൊരു ഡോട്ടർ പറയുകയാണ് എനിക്കുള്ള ബ്രദേഴ്സിൻ്റെയും സിസ്റ്റേഴ്സിൻ്റെ എണ്ണം സെയിം ആണെന്ന് പറയുകയാണെങ്കിൽ ആ ഒരു ഡോട്ടറിന് എനിക്കുള്ള സിസ്റ്റർ എന്ന് പറയുമ്പോൾ ഞാൻ ഡോട്ടർ ആണെങ്കിൽ പോലും ഞാൻ എന്നെ ആഡ് ചെയ്യൂലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും സെയിം നമ്പർ ആണെങ്കിൽ എക്സാമ്പിളായിട്ട് അപ്പോൾ 5 പേരെ ഉണ്ടാവുള്ളൂ ഇവിടെ സിസ്റ്റർ, ഇവിടെ സണ്ണായിട്ട് അല്ലെങ്കിൽ ബ്രദറായിട്ട് 6 പേരുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കാര്യം യോജിക്കുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഡോട്ടറിൻ്റെ എണ്ണം ബ്രദറിനെക്കാളും അല്ലെങ്കിൽ സണ്ണിനെക്കാളും 1 കൂടുതലായിരിക്കും ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ സണ്ണിനെ എക്സ് എന്ന് വിളിക്കുകയാണ്. നമ്പറാണ് കേട്ടോ, എക്സ് നമ്പർ ഓഫ് സൺസ് അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഡോട്ടേഴ്സ് ആണെങ്കിൽ x+1 ഉണ്ട്. ഓക്കെ, എന്നാലേ സെയിം ആവുള്ളൂ, കാരണം ആ ആൾ ഒഴിവാക്കി ബാക്കി സൺസും കറക്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഡോട്ടേഴ്സും ഒരേ നമ്പറിലാണ് ഉള്ളത് എന്നാണ് ഒരു ഡോട്ടർ പറയുന്നത്. അവർക്കുള്ള സിസ്റ്റേഴ്സും അതുപോലെ തന്നെ ബ്രദേഴ്സും സെയിം നമ്പറാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്തൊരു കാര്യം പറയുന്നത് ഈച്ച് സൺ ഹാസ്, നേരത്തെ ഈച്ച് ഡോട്ടറിൻ്റെ കേസാണ് പറഞ്ഞത്, ഇനി ഈച്ച് സൺ ഹാസ് ട്വൈസ് ആസ് മെനി സിസ്റ്റേഴ്സ് ആസ് ഹി ഹാസ് ബ്രദേഴ്സ്. അപ്പോൾ ഇപ്പോൾ സണ്ണിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അവനെ കൺസിഡർ ചെയ്യൂല, കാരണം എന്താണെന്ന് വെച്ചാൽ അവനാ പറയുന്നത്. അപ്പോൾ അവൻ്റെ ബാക്കിയുള്ള ബ്രദേഴ്സിനെ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. അവനെ ആ സണ്ണിൻ്റെ കൂട്ടത്തിൽ അവനെന്ത് ചെയ്യില്ല, കൺസിഡർ ചെയ്യില്ല, അവനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, x-1 × 2 = x+1 എന്ന് പറഞ്ഞൂടെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈച്ച് സൺ ഹാസ് ട്വൈസ് ആസ് മെനി സിസ്റ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ആ ഒരു ടേമിൽ നിന്നാണ് 2 × x-1 എന്നുള്ള കാര്യം നമ്മളെടുത്തത്. അപ്പോൾ നമ്മളെടുക്കുക 2x - 2 = x+1. എക്സിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക, x = 1 + 2 = 3. നമ്മളിവിടെ സണ്ണ് എക്സ് ആണെന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഹൗ മെനി സൺസ് ആർ ദർ ഇൻ ദി ഫാമിലി എന്നാണ്. ആൻസർ എത്രയാണ്? 3. ഓക്കെ, അപ്പോൾ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ടത് എത്രയേ ഉള്ളൂ, ആ സിമ്പിൾ ലോജിക്ക് മനസ്സിലാക്കാം. അതായത് ബ്രദേഴ്സും സിസ്റ്റേഴ്സും സെയിം ആവണം എന്നുണ്ടെങ്കിൽ മിക്കവാറും ഡോട്ടേഴ്സിൻ്റെ എണ്ണം 1 കൂടുതലായിരിക്കും, സൺസിനെക്കാളും 1 കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സണ്ണിനെ എക്സ് എന്നെടുത്തു, ഡോട്ടറിനെ x+1 എന്നെടുത്തു. ആ രീതിയിൽ ബാക്കി റിലേഷൻസും, അതായത് ട്വൈസ് എന്നുള്ള റിലേഷൻ വെച്ചിട്ട് ബാക്കി ഒരു ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്തു. വളരെ ഈസി ആയിട്ട് തന്നെ ആൻസറിലേക്ക് എത്തി. അപ്പോൾ ഇത്രയാണ് ബ്ലഡ് റിലേഷനിൽ നിന്ന് വന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.